നമ്മൾ പഴയ ടോപ്പിക്കുകളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് പുതിയ ട്രാക്ക് ഒന്ന് പിടിച്ചിരിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ 2020 എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായിട്ടുള്ള അഖിൽ മാരാർ. നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് തൃക്കാക്കരയിൽ മത്സരിച്ച താരമായിരുന്നു ഇദ്ദേഹം. തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമാണ് അഖിൽ മാരാർ നേരിട്ടത്. അതുകൂടാതെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് ഉൾപ്പെടെ ആ ഒരു ഇലക്ഷൻ കാലയളവിൽ പൂട്ടിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് അദ്ദേഹം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജും മറ്റു കാര്യങ്ങളൊക്കെ റിക്കവർ ആക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു അവസരത്തിലാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഗുരുതര വെളിപ്പെടുത്തലുമായിട്ട് രംഗത്ത് വന്നത്. കിറ്റെക്സ് ഗ്രൂപ്പ് ചെയർമാനും 2020 സ്ഥാപക നേതാവുമായിട്ടുള്ള സാബു എം ജേക്കബ് തന്നെ വഞ്ചിക്കുകയായിരുന്നു. ഈ ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് മൂലം തനിക്കുണ്ടായ സാമ്പത്തിക നഷ്ടം അതിഭീകരമാണ്. തന്നെ ശരിക്കും പറഞ്ഞാൽ ഓഫർ ചെയ്ത സീറ്റിലല്ല സാബു എം ജേക്കബും കിറ്റെക്സും മത്സരിപ്പിച്ചത് എന്നുള്ള ആരോപണങ്ങളൊക്കെയാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തേക്ക് വന്നിരിക്കുന്ന കുറേയധികം ബൈറ്റുകളുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഉൾപ്പെടെയുള്ളവർ ചതിക്കപ്പെട്ടു എന്നുള്ളതാണ്. കാരണം ഒന്ന്, ഞാൻ വന്നതിന് ശേഷം കുറേ സ്ഥാനാർത്ഥികളെ ഇവർ പ്രഖ്യാപിച്ചു. ഒരു രാഷ്ട്രീയവും അറിയാത്ത, നിലവിൽ രാഷ്ട്രീയമായിട്ട് കേരളത്തിൽ ഒരു ഇടപെടൽ പോലും നടത്തിയിട്ടില്ലാത്ത ആൾക്കാരെ കൊണ്ടുവന്നപ്പോൾ തന്നെ ആദ്യം അവിടെ നാണം കിട്ടും. കാര്യം പലരും പറഞ്ഞു അഖിലൊക്കെ 2020 വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തോന്നി കൊള്ളാം, എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ അവർ ചെയ്യാൻ പോകുന്നു. പിന്നീട് ആ സമയത്ത് വന്ന ചില കാൻഡിഡേറ്റ് പട്ടിക നിങ്ങൾ കേട്ട് കാണും. വോട്ടർ പട്ടികയിൽ പോലും പേരില്ലാത്തവർ, കേരളത്തിൽ ഇന്ന് വരെ രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ലാത്തവർ, ഒരു എവിടെ ആയിക്കോട്ടെ, കേന്ദ്രത്തിനെതിരെ ആയിക്കോട്ടെ, സംസ്ഥാനത്തിനെതിരെ ആയിക്കോട്ടെ, ഒരു രാഷ്ട്രീയ അഭിപ്രായ പ്രകടനം പോലും നടത്താത്ത ആൾക്കാരെ ഒരു സുപ്രഭാതത്തിൽ കൊണ്ടുവന്ന് കാൻഡിഡേറ്റ് ആക്കി. അപ്പോൾ ഇവരുടെ ഉദ്ദേശം രാഷ്ട്രീയമല്ല, എങ്ങനെങ്കിലും ഏതെങ്കിലും സ്ഥാനാർത്ഥികളെ എവിടെയെങ്കിലുമൊക്കെ ഇട്ട് മത്സരിപ്പിച്ച് BJP നിന്ന് ഫണ്ട് വാങ്ങുക, തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ഫണ്ട് ചോദിക്കുക. സോ ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. 2020 സ്ഥാനാർത്ഥികളായിട്ട് വന്നവരിൽ പലരും നമ്മുടെ ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ളവരായിരുന്നെങ്കിൽ പോലും പലർക്കും വോട്ടർ പട്ടികയിൽ പോലും പേരില്ലായിരുന്നു. അതുകൂടാതെ പലർക്കും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് 2020 എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ക്രെഡിബിലിറ്റി തന്നെ സമൂഹ മധ്യത്തിൽ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഈ പറയുന്ന സാബു എൻ ജേക്കബും കിറ്റെക്സ് ഗ്രൂപ്പും കൊണ്ടെത്തിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി തന്നെ നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ചുവട് വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു അലിഗേഷൻ നേരിട്ട സാഹചര്യത്തിൽ ഇനി എന്തായിരിക്കും 2020 ഭാവി എന്ന് എനിക്കറിയില്ല. പക്ഷേ 2020 പോലെയുള്ള സംഘടനകൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറും നമ്മുടെ താഴെ തട്ടിലില്ല. ഈ പറയുന്ന കിറ്റെക്സ് ഗ്രൂപ്പിന്റെ മേഖലയായിട്ടുള്ള പഞ്ചായത്തുകളിൽ മാത്രമേ ഉള്ളൂ ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പിൻബലമുള്ളൂ, അല്ലെങ്കിൽ സംഘടനാ സംവിധാനമുള്ളൂ. നമ്മുടെ കേരളത്തിലെ ഒരു വിഭാഗം രാഷ്ട്രീയ പാർട്ടികൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ BJP, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, CPM, CPI ഇത്തരം സംഘടനകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പല സംഘടനകൾക്കും ബൂത്ത് ലെവലിൽ പോലും പ്രവർത്തിക്കാനായിട്ട് ആളുകളില്ല. പല സംഘടനകളും പ്രവർത്തിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോഴൊക്കെ CPM-നെ കളിയാക്കുമല്ലോ, തൊഴിലുറപ്പുകാരെ കൊണ്ടുവന്ന് സമരം നടത്തുന്നു അല്ലെങ്കിൽ പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ. പലരും ഇവന്റ് മാനേജ്മെന്റ് ആളുകളെയാണ് ഈ പറയുന്ന സമരത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത്. അതാണ് യാഥാർത്ഥ്യം. എന്റെ അനുഭവത്തിൽ തന്നെ ധാരാളം ഇൻസിഡന്റുകളുണ്ട്. അതായത് നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം ഒരു ഇലക്ഷനിൽ മത്സരിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പോസ്റ്റർ ഒട്ടിക്കാൻ സ്വന്തം പാർട്ടിയിൽ അണികളില്ല. അങ്ങനെ ഒരു സാഹചര്യം വരെ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഒരു കാര്യത്തിലേക്ക് ഒരു പുനർവിചിന്തനം നടത്തേണ്ട ആവശ്യമാണ്. കാരണം കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ പോലും അണികളില്ലാത്ത സംഘടനകൾ ധാരാളമാണ് ഇലക്ഷൻ കമ്മീഷന്റെ കീഴിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിനകത്തൊക്കെ ഒരു പുനഃപരിശോധന നടത്തേണ്ട കാര്യം അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ചുമ്മാ കൂട് പോലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ നാട്ടിൽ മുളച്ചു പൊന്തിക്കൊണ്ടേയിരിക്കും, യാതൊരു പ്രയോജനവുമില്ല. കൊല്ലങ്ങളായിട്ട് ഇലക്ഷനിൽ പോലും മത്സരിക്കാത്ത ധാരാളം രാഷ്ട്രീയ സംഘടനകൾ ഇന്ന് കേരളത്തിലുണ്ട്. അതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് പുറത്തേക്ക് വന്ന കണക്ക് പ്രകാരം കഴിഞ്ഞ 15 വർഷക്കാലമായിട്ട് ഒരു തിരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാത്ത ധാരാളം രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ കേരളത്തിലുണ്ട്. അതൊക്കെ എന്തിനാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിട്ട് നിലനിൽക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും ഈ ഒരു ഇലക്ഷനിൽ മത്സരിച്ചതോടുകൂടി തന്നെ തനിക്കുണ്ടായ സാമ്പത്തിക നഷ്ടങ്ങളെ കുറിച്ച് അഖിൽ മാരാർ പറയുന്നുണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഞാൻ 20 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ BMW ബൈക്ക് വിൽക്കുന്നത് ഏപ്രിൽ 2-ാം തീയതിയാണ്. ഏപ്രിൽ 2 എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അല്ലെങ്കിൽ നിങ്ങൾ BMW ഷോറൂമിൽ തന്നെ പോയി ചോദിച്ചു നോക്കൂ. തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണോ ഈ ബൈക്ക് വിറ്റത്? അതിന്റെ അല്ല, എനിക്കൊരു തമാശ കേട്ട് ഞാൻ വിറ്റിട്ടതാ. 20 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ചൊരു ബൈക്ക് ഞാൻ 10 ലക്ഷം രൂപയ്ക്ക് വിൽക്കുമ്പോൾ
പൈസയുടെ ആവശ്യമുണ്ടായതുകൊണ്ടല്ലേ. അല്ല, ഒരു വർഷമായിട്ടുള്ളൂ. ഒന്നും തന്നില്ലേ അപ്പോൾ? അതല്ല ഞാൻ പറഞ്ഞത്, 2020 എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാമെന്ന് പറഞ്ഞ ആൾക്കാർ തെരഞ്ഞെടുപ്പ് തുടങ്ങി പ്രവർത്തനം തുടങ്ങിയ സമയത്ത് ഇവർ ചെയ്യേണ്ട അതായത് എനിക്ക് 5 പൈസ തരണ്ട. ഒരു തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുമ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെതായ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതായത് എൻ്റെ പോസ്റ്റർ എൻ്റെതായ രീതി ചെയ്യണം, എനിക്ക് ഫോട്ടോഷൂട്ട് ചെയ്യണം, എനിക്ക് കുറേ ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ട്. അത് തെരഞ്ഞെടുപ്പ് നിങ്ങളൊക്കെ പല കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവും. ഇതെല്ലാം ചെയ്യണമെന്ന് ഞാൻ കൃത്യമായ കണക്കുകൾ എഴുതി കൊടുത്തു, അതിനുള്ള എക്സ്പെൻസ് മാത്രം എഴുതി കൊടുത്തു. പക്ഷേ ഇത് ആദ്യത്തെ ഒരാഴ്ചയും തന്നില്ല. അതിനു മുമ്പ് ഒരു 5 ലക്ഷം രൂപ എൻ്റെ ഇലക്ഷൻ അക്കൗണ്ടിൽ ഇട്ട് കേട്ടോ. പക്ഷേ അത് നമുക്ക് എടുത്ത് ചെലവഴിക്കാൻ പറ്റത്തില്ല. കാര്യം തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യത്തെ 10,000 രൂപ മാത്രമല്ലേ നമുക്ക് ഈ നിയമസഭ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ഷൻ കമ്മീഷന് കണക്ക് കാണിക്കേണ്ടതാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ കണക്ക് കാണിക്കേണ്ട ആ അക്കൗണ്ടിൽ ഇട്ടേക്കുന്ന പൈസയ്ക്ക് കൃത്യമായിട്ട് ബില്ലടക്കം വേണം നമ്മൾ ചെലവഴിക്കാൻ. അല്ലാതെ ഇപ്പം നമ്മളിപ്പോൾ ഒരാൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്തു, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നതിന് റൂം എടുത്തു കൊടുത്തു, ഇതിനെല്ലാം ചിലവല്ലേ. ഒരു ദിവസം നമ്മുടെ കൂടെ 10-25 പേര് നടക്കുകയല്ലേ, ഇവർക്കെല്ലാം ഭക്ഷണം മേടിച്ചു കൊടുക്കണ്ടേ. ഇപ്പോൾ ഓൺലൈൻ മാധ്യമ സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ ഫുൾ ടൈം നടക്കുന്നു, അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഈ ചെലവിനുള്ള പൈസ തരാത്തപ്പോഴാണ് ഞാൻ ആദ്യം ഇത് ചെയ്യുന്നത്. പിന്നീട് ഞാൻ ചെലവാക്കിയ പൈസകൾ എനിക്ക് തിരിച്ചു വന്നു. സോ ഇതാണ് അഖിൽ മാരാർ ഉന്നയിക്കുന്ന ആരോപണം. അതായത് കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് ഫണ്ട് തങ്ങളിലേക്ക് എത്തിക്കാണ്ട് 2020 നേതൃത്വം തയ്യാറായില്ല എന്ന്. കൃത്യമായിട്ട് BJPയുടെ ഭാഗത്തു നിന്ന് ഫണ്ടുകൾ ഈ പറയുന്ന 2020 ഉൾപ്പെടെയുള്ള ഘടക കക്ഷികൾക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ 2020 സ്ഥാനാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള പണം എത്തിയിട്ടില്ല എന്നുള്ള ആരോപണമാണ് സാബു എൻ ജേക്കബിനെതിരെയും 2020-ക്കെതിരെ ഈ പറയുന്ന അഖിൽ മാരാർ ഉന്നയിക്കുന്നത്. എന്നാൽ ഇതിനകത്ത് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടത് NDA എന്ന് പറയുന്ന മുന്നണിയാണ്. അതിന് അവർ തയ്യാറാവോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല. ഇത് മുന്നണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മേ ബി ഒരുപക്ഷെ ഇത് മുന്നണിയിൽ ചർച്ചയാവുമായിരിക്കാം അടുത്ത NDA മീറ്റിംഗിൽ. കാരണം ഇത് പബ്ലിക് ഡൊമൈനിൽ വന്നിരിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഇതിനെക്കുറിച്ച് ചർച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ നമുക്ക് അത് കാത്തിരുന്ന് കാണാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന് പറയുന്നത് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ പോലും മിനിമം 2.5-3 ലക്ഷം രൂപ പൊട്ടുന്ന ഇടപാടാണ്. കാരണം മറ്റൊന്നല്ല, നമുക്ക് ഇലക്ഷന് മത്സരിക്കുമ്പോൾ കെട്ടിവെക്കേണ്ട തുക എന്ന് പറയുന്നത് 4,000 രൂപയാണ്. പഞ്ചായത്ത് ഇലക്ഷനിലോ മുനിസിപ്പാലിറ്റി ഇലക്ഷനോ മത്സരിക്കുമ്പോൾ കെട്ടിവെക്കേണ്ട തുക ഒരു 4,000 രൂപ കെട്ടിവെക്കണം. അതുകൂടാതെ പോസ്റ്റർ, കുറഞ്ഞത് ഒരു 1000 പോസ്റ്റർ അടിക്കണമെങ്കിൽ മിനിമം 10-12,000 രൂപ വേണം. അതുകൂടാതെ അഭ്യർത്ഥന, അതുകൂടാതെ ഫ്ലെക്സ്, പിന്നെ നമ്മുടെ ഒപ്പം ഇലക്ഷന് വോട്ട് ചോദിച്ച് വരുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കുന്ന ഫണ്ട്, ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള കണക്കുകൾ നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്ക് കൈമാറണം. എങ്ങനെ കളിച്ചാലും മിനിമം ഒരു 2 ലക്ഷം രൂപയൊക്കെ വരുന്നുണ്ട് ഈ പറയുന്ന ഇലക്ഷനുകളിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ മത്സരിക്കുന്ന സമയത്ത്. അന്നേരം പാർലമെന്റ് ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലും മത്സരിക്കുന്ന ടൈമിലുള്ള ചെലവ് എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന തുകയല്ല. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ BMW ബൈക്ക് വിൽക്കേണ്ട സാഹചര്യം വന്നത്. അതുകൂടാതെ അദ്ദേഹത്തിന്റെ ബെൻസ് കാറും വിൽക്കേണ്ട സാഹചര്യം ഇപ്പോൾ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ കൂടി ഒന്ന് കണ്ടുനോക്കാം. ഏതാണ്ട് 1,600 കോടി രൂപയുടെ നഷ്ടം കിറ്റക്സിനുണ്ട്. അത് അമേരിക്കൻ താരിഫ് വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് കിറ്റക്സിനുണ്ടായ നഷ്ടമാണ്. ഞാൻ ഷെയർ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ നഷ്ടം നികത്താൻ അദ്ദേഹം കേന്ദ്രവുമായി ചേരുമ്പോൾ തെലുങ്കാനയിൽ അദ്ദേഹത്തിന് പല പ്രോജക്റ്റുകളും പാസ്സാക്കി എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കേന്ദ്രം ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് 10,000 CRO മറ്റോ ആണെന്ന് തോന്നുന്നു ഒരു പ്രോജക്റ്റ്. അതിൻ്റെ കറക്റ്റ് റിപ്പോർട്ട് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. അതിൽ ഓരോ കമ്പനികളെ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കമ്പനിയുടെ ഷെയർ വാല്യൂ വർദ്ധിക്കും, കിറ്റക്സിനും പ്രയോജനപ്പെടും. ഇന്നല്ലെങ്കിൽ നാളെ തൻ്റെ കമ്പനിയെ രക്ഷിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാകണം ഇന്നലകളിൽ അതിശക്തമായി 3 രാഷ്ട്രീയ പാർട്ടികളെ വിമർശിച്ചൊരു മനുഷ്യൻ പോയത്. പക്ഷെ അതിലേക്ക് ദയവ് ചെയ്ത് നമ്മളെ വലിച്ചിട്ടരുതായിരുന്നു. പുള്ളിയുടെ ലക്ഷ്യം രാഷ്ട്രീയ പ്രവർത്തനമാണെന്നാണ് ഞാൻ കരുതിയത്. എൻ്റെ ആഗ്രഹം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു. അത് പുള്ളിക്ക് അങ്ങനെ ആഗ്രഹം. സോ ഒരു മുൻകാല യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തിക്ക് പൊതുജന സേവനം എന്ന് പറയുന്നത് താല്പര്യമുള്ള ഒരു സബ്ജക്റ്റാണ്. പക്ഷേ ഇവിടെ ഒരു ബിസിനസ്സുകാരനുമായിട്ട് അദ്ദേഹം കൈകോർത്തപ്പോഴാണ് ഈ ഒരു തിരിച്ചടി വന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തെല്ലാം ഓപ്ഷൻ ഉണ്ടായിരുന്നു. വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് BJPയുമായിട്ട് ഒരു സഖ്യം ഉണ്ടാക്കായിരുന്നു. അതായത് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനൊക്കെ മത്സരിക്കായിരുന്നു. അല്ലെങ്കിൽ BDJS എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയുടെ ഭാഗമായിട്ട് മത്സരിക്കായിരുന്നു. അതുമല്ല എന്നുണ്ടെങ്കിൽ മറ്റ് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നമ്മുടെ ചുറ്റുമുണ്ടായിരുന്നു. അവിടെയൊക്കെ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതല്ലെങ്കിൽ ഈ 2020 പോലുള്ള പ്രസ്ഥാനങ്ങളിൽ മത്സരിക്കുമ്പോഴത്തേക്ക് സംഭവിക്കുന്നത് ഇവർ ആ തുടക്കമാണ് രാഷ്ട്രീയത്തിൽ. അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള ബാലാരിഷ്ടതകളിലൂടെ കടന്നു പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാന പൊളിറ്റിക്സിൽ ഈ പറയുന്ന 2020 എന്ന് പറയുന്നത്. ഇവർക്ക് സ്വാധീനമുള്ള മറ്റ് പഞ്ചായത്തുകളുണ്ട്. പഞ്ചായത്ത് പോലെയല്ല ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ്. അത് അഖിൽ മാരാറിനെ പോലെയുള്ളവർ മനസ്സിലാക്കേണ്ടതായിരുന്നു. ഈ 2020-ായിട്ട് വന്ന സ്ഥാനാർത്ഥികൾക്ക് ആർക്കും തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള യാതൊരു പരിചയമില്ലായിരുന്നു.
അതിൻ്റെതായിട്ടുള്ള തിരിച്ചടി ഈ ഒരു തെരഞ്ഞെടുപ്പിൽ 2020 നേരിട്ടിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, തുടക്കത്തിൽ ഇവർ സ്ഥാനാർത്ഥികളായിട്ട് അവതരിപ്പിച്ച ലക്ഷ്മിപ്രിയ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വോട്ടർ പട്ടികയിൽ പേര് പോലുമില്ലായിരുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ജെനുവിനിറ്റി പൊതുജന മധ്യത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടു. ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് ബാക്കിയും കൂടി ഒന്ന് കണ്ടു നോക്കാം. അതിനുശേഷം ഞാനിത് അവസാനിപ്പിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഈ പറഞ്ഞ സാബു എൻ ജേക്കബിന്റെ ഭാഗത്തുനിന്ന് 2020 ഭാഗത്തുനിന്ന് വന്നാലേ നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് ബാക്കിയും കൂടി ഒന്ന് കണ്ടു നോക്കാം. BJP-യുടെ തന്നെ പല നേതാക്കന്മാരിൽ നിന്നും ഞാൻ അറിയാൻ കഴിഞ്ഞത് 40 കോടിയോളം രൂപ 2020 BJP-യിൽ നിന്ന് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഓരോ മണ്ഡലത്തിലേക്കും 2020 എത്രയാ ചെലവഴിച്ചെന്ന് ആ മണ്ഡലത്തിലുള്ള ആൾക്കാരോട് ഇനി വ്യക്തിപരമായിട്ട് നിങ്ങൾ പോയി ചോദിക്കേണ്ടി വരും. തൃക്കാക്കര മണ്ഡലത്തിൽ എത്ര ചെലവഴിച്ചെന്നുള്ളതിൻ്റെ കൃത്യമായ കണക്ക് വേണമെങ്കിൽ ഞാൻ പറയാം. പക്ഷേ ഒരു സ്ഥാനാർത്ഥിക്ക് ഇപ്പം തൃപ്പൂണിത്തുറയിൽ അഞ്ജലിയോട് ഞാൻ തമാശയ്ക്ക് ഞാൻ വിളിച്ചു ചോദിച്ചു, അഞ്ജലി എനിക്ക് പൈസയൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ അഞ്ജലി എൻ്റെ പൊന്നി ചേട്ടാ, ഇത് നാട് മുഴുവൻ നടന്ന് നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഇതാണ്. അപ്പം ഞാൻ പറഞ്ഞു, അഞ്ജലി ആരെങ്കിലും വിളിച്ചോ? അഞ്ജലി ആരും വിളിച്ചില്ല. ഇലക്ഷൻ സമയം 24-25 ദിവസം നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിടയിൽ നോമിനേഷൻ കൊടുക്കുന്ന ഒരു ദിവസം മാത്രമാണ് 2020 ചെയർമാനായ സാബു ജേക്കബ് നമ്മുടെ അടുത്ത് വന്നത്. നമ്മൾ വിചാരിച്ചു തൃപ്പൂണിത്തുറയിൽ പുള്ളി ഫുൾ ടൈം ഉണ്ടെന്ന്. അവിടെയുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട അത്യാവശ്യം കേരളത്തിൽ രാഷ്ട്രീയമായി ചർച്ച ചെയ്തിട്ടുള്ള എന്നെപ്പോലെ ഒരാൾ മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ പോലും പുള്ളി ഇതാണ് ചെയ്തു തരുന്നത്. സോ ഗൈസ്, നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നമ്മൾ പഴയ ടോപ്പിക്കുകളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് പുതിയ ട്രാക്ക് ഒന്ന് പിടിച്ചിരിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ, എന്നാ ബൈ.